ഇപ്പോൾ ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത് നിങ്ങൾക്കെതിരെ എന്തായിരിക്കും അതിന് കാരണം എന്നാണ് കരുതുന്നത്? അത്തരത്തിലൊരു ആരോപണമായി കുടുംബ രംഗത്ത് വരാനുള്ള കാരണം എന്നാണ് നിങ്ങൾ കരുതുന്നത്? എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി ജിതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞാൻ വിചാരിക്കുന്നത് ഓർക്കൊരു ഫേമസിൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ വിഷയത്തിൽ. എനിക്കും വേണ്ട ഈ ഫേമസ്. എനിക്കും ഫേമസ് ആവശ്യമില്ല, ഓർക്കും ആവശ്യമില്ല. സത്യത്തിൽ എന്താ അങ്ങനെ പറയണമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കുറച്ച് ഹമ്പിളായിട്ട് നിൽക്കണം. അങ്ങനെ നേരിട്ടിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റൂല. അല്ല, അത് ഒരു ആക്ഷൻ കമ്മിറ്റീൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് നമ്മൾ ക്ഷണിച്ച സമയത്ത് അവർ പറഞ്ഞതാണ്. അത് പറയാം. എനിക്കറിയുന്ന കാര്യം പറയാം. നമ്മൾ ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി. ഞാൻ ആക്ഷൻ കമ്മിറ്റീൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ജിതിനോട് ചോദിച്ചു, ആക്ഷൻ കമ്മിറ്റി ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്, കൂടെ ജിതിനും വരണം. അപ്പോൾ ജിതിനോട് പറഞ്ഞ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല. ഓൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിനായിട്ട് സംസാരിക്കാൻ വരെ ഇപ്പം കഴിയുന്നതാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കുറച്ച് തിരുവനന്തപുരം വരെ പോയിട്ട് നമ്മളാവശ്യമല്ലേ, നമുക്ക് താന്ന് വണങ്ങിയിട്ട് ഒന്ന് ഇത്തിരി താന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം വരെ പോകുമ്പോൾ അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് കിട്ടുമല്ലോ. ഞാൻ ഇനിയിപ്പോൾ എവിടേക്ക് വേണമെങ്കിലും അർജുൻ്റെ വിഷയത്തിൽ വല്ല അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ വന്നാലും ഞാൻ പോകും. ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ്.